ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എനിക്ക് മാത്രമേ നിനക്ക് മാത്രം തികയുന്ന എനിക്ക് മാത്രമേ തികയുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സോ ഇന്ന് പിറന്നാളാണ്. പിറന്നാളായിട്ട് ഇതേ അമ്പലത്തിലൊക്കെ പോയി ഇതാ വന്നു. ജസ്റ്റ് അമ്പലത്തിൽ പോയി വന്നിട്ടില്ല. നമ്മൾ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെയാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം. ഇന്ന് നവരാത്രിയും കൂടെ ആണ്. അപ്പോൾ ദേവീനെയൊക്കെ നല്ല ഭംഗിയിൽ അണിയിച്ച് ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. ഇതെന്ന് എൻ്റെ പിറന്നാൾ കുപ്പായം. നവരാത്രിയുടെ ഒരു കളറല്ലേ? നവരാത്രിയുടെ ഒരു കളറാണ് ആക്ച്വലി. പക്ഷെ ഇന്ന് അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റാന്ന് തോന്നുന്നു. അപ്പൊ വൈറ്റ് ആണെങ്കിൽ വൈറ്റും ഉണ്ടല്ലോ, ഓറഞ്ചും ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ സ്കൂളിലൊക്കെ പോണവരാണ് ഡെയിലി അങ്ങനെയൊക്കെ നോക്കുക. അപ്പൊ ഇന്ന് മുതൽ ഇവിടെ ദാണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മഹാരാഷ്ട്ര കളറാണ്. ശരിയാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചുരിദാറ്. ഇത് ഞാൻ തന്നെ എനിക്ക് വേണ്ടി സമ്മാനിച്ച ഗിഫ്റ്റാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയാലോ? പായസത്തിനുള്ള കാഷ്യൂ റെഡി, പാല്. നമ്മൾ പിറന്നാളിന് നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക, വീട്ടിൽ തന്നെ പായസം ഉണ്ടാക്കണം, പപ്പടം കാച്ചണം, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ പറയാറ്. അപ്പോൾ അതെല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നൊരു സദ്യ എന്നൊന്നും പറഞ്ഞ് അതിനെ ഞാൻ മോശമാക്കത്തില്ല. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു 3-4 കറികൾ, ഒരു പായസം, അതാണ് ഇന്നത്തെ പിറന്നാളിൻ്റെ സ്പെഷ്യൽ കേട്ടോ. പാല് റെഡി ആയി. എന്താ പായസം? എന്താ പായസം തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വൈറ്റ് പായസമാണെന്ന് തീരുമാനിച്ചു. നമ്മളെപ്പോഴും അങ്ങനെയല്ല, ഓരോരുത്തരുടെ പിറന്നാളിന് അവരവർക്ക് ഇഷ്ടമുള്ള പായസമാണ്. അപ്പൊ രംഷേന്റെ പിറന്നാളിന് ഞാൻ എപ്പോഴും പരിപ്രഥമൻ അങ്ങനെ ഉണ്ടാക്കുക. കാരണം രംഷേന്റെ ശർക്കര പായസം ഇഷ്ടം, മിത്തുവിന് എപ്പോഴും പാൽ പായസം, പഞ്ചാര പായസമാണ് ഇഷ്ടം. അപ്പൊ എന്റെ പിറന്നാളിന് ഞാൻ എനിക്കിഷ്ടമുള്ള പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. പക്ഷെ 3 പേർക്കും കൂടി ഇഷ്ടമുള്ളത്. അപ്പൊ പാൽപ്പായസമാണോ സേമിയ ആണോ? കുറേ കാലമായി സേമിയ കഴിച്ചിട്ട് കേട്ടോ. നമ്മള് പണ്ടൊക്കെ രംഷയുടെ എല്ലാ ആഴ്ചയും സേമിയ ഉണ്ടാക്കി തരാൻ പറയും. ഇപ്പൊ ആരും അങ്ങനെ സേമിയ പറ്റി പറയാറില്ല. അല്ല, സേമിയ അല്ല, പായസം തന്നെ കഴിച്ചിട്ട് പായസം തന്നെ ഉണ്ടാക്കാറില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇന്ന് സേമിയ കഴിക്കാനൊരു ആഗ്രഹം. അപ്പൊ ചിലപ്പോ സേമിയ, ചിലപ്പോ പാൽപ്പായസം. എന്തായാലും പാല് ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിറന്നാളായിട്ടാണോ പുറത്ത് ഭയങ്കര കൊട്ടും പാട്ടും? പിന്നെ ഇന്ന് നവരാത്രി തുടങ്ങും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 10 days ഭയങ്കര രസമായിരിക്കും ഇവിടെ. അതാണ് അവിടെ കൊട്ടും പാട്ടൊക്കെ കേൾക്കണത്. പിന്നെ രാത്രി ഇനിയിപ്പോ മറ്റേ ഗർഭാനായിട്ട് നമ്മുടെ സൊസൈറ്റിയിലും ഉണ്ട് ദാണ്ടിയും ഇതൊക്കെ. അതിന്റെ പ്രാക്ടീസ് ഒക്കെ 1 മാസം മുന്നേ തുടങ്ങലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി 10 days ഇവിടെ ഇതാണ്. ഓരോ ദിവസം ഓരോ ഡ്രസ്സൊക്കെ ഇട്ട്, മറ്റേ അലഹങ്ക പോലത്തെ ആ ചോളിയൊക്കെ ഇട്ടിട്ട് ഉള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആഘോഷമാണ് കണ്ടാ. അല്ലെങ്കിൽ എന്റെ പിറന്നാള് എപ്പോഴും നവരാത്രി ടൈമിലും, മിത്തുവിന്റെ പിറന്നാളോട് വരുമ്പോഴാണ് പീക്കാവുക. മിത്തുവിന്റെ പിറന്നാൾ എപ്പോഴും ദിവാലി ടൈമിലും ആയിരിക്കും. കാരണം ആ ഒരു സമയത്തല്ലേ ജനിച്ച. അപ്പൊ എപ്പോഴും ദിവാലിയുടെ തലേദിവസം പിറ്റേ ദിവസം എന്റെ എന്റെ എപ്പോഴും എന്റെ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആണ് നവരാത്രി സാധാരണ തുടങ്ങാറ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നവരാത്രിയുടെ അന്ന് തന്നെ തുടങ്ങണത്. അപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പൊന്നാനി തൃക്കാവ് അമ്പലത്തിലൊക്കെ നല്ല രസമായിരിക്കും. ഇവിടെ നല്ല രസമാണ്. അപ്പൊ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുന്നത്തെ നമുക്കൊരു ചെറിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യം തരാറുണ്ട്. പക്ഷെ അത് ഇന്ന് കാണിച്ചു തരാം എന്നൊക്കെ. അതാണ് ആ ഗിഫ്റ്റ്. ഓൾറെഡി ഇന്ന് രാവിലെ തന്നെ കഴുത്തിലിട്ടു. താങ്ക് യു. അപ്പോ ഇതായിരുന്നു ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇതാ ഞാൻ അവസാനം ഫൈനലി കുറേ എണ്ണം നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ് കേട്ടോ. അത് കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഡെയിലി വെയർ ആയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുറേ സംഭവങ്ങൾ ഞാൻ ഞാൻ ഇന്നലെ കാണിച്ച ആ ഒരു ഇതിലുണ്ടായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. പക്ഷെ അതിൽ പകുതി ഞാൻ വേണ്ടാന്ന് വെക്കാൻ കാരണം കുറേയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഡയമണ്ട് ഉള്ള കാരണം ചിലപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് മാറ്റുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഒന്ന് കുളത്തി വലിച്ചാൽ ഈ തൂങ്ങി കിടക്കുന്ന സാധനം പോയാൽ നമ്മൾ അറിയ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാവുമ്പോൾ നന്നായി എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഫുള്ള് ഡയമണ്ട് വരുന്ന രീതിയിലായതുകൊണ്ട് മൊത്തം എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷേപ്പും എനിക്ക് നല്ല ഇഷ്ടം. അപ്പം എനിക്കിത് സ്വന്തമായി വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അത് നടന്നില്ല. സ്വന്തമായിട്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങിക്കണം എന്നായിരുന്നു എനിക്ക് വിചാരം ഉണ്ടായിരുന്നു.
അപ്പൊ അതെന്തായാലും അടുത്ത വർഷം നമുക്ക് സ്വപ്പം അധ്വാനിച്ച കാശ് കൊണ്ട് സേവ് ചെയ്തിട്ടല്ലേ? ആ അതെ, അതായിരുന്നു ഞാൻ ആക്ച്വലി ഇത് വാങ്ങാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരാൾ തരുമ്പോ പിന്നെ വെറുതെ വേണ്ടെന്ന് പറയാൻ നമ്മുടെ കാശ് അവിടെ ഇരുന്നോട്ടെ, വെറുതെ ചെലവാക്കളാ. എനിക്കാണെങ്കിൽ എന്റെ കാശ് എടുക്കണതേ ഇഷ്ടമല്ല. അത് ചെലവാക്കാം, ജനുവരി 1 വരും. അയ്യോ വേണ്ട, എന്താണെന്നറിയില്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച കാശ് എടുക്കുമ്പോ ഭയങ്കര ഒരു വിഷമം, എന്തോ ഒരു വിഷമം. അവരേഷിട്ട് ആഹാ അത് ശരിയെന്ന് വെറുതെ പറയുന്നതാണ്, എന്നാലും ചുമ്മാ പറയാം. അപ്പൊ എന്തായാലും അയ്യോ എൻ്റെ പാല് തിളച്ച് പോയാണോ, അപ്പോൾ പാൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത് ആമസോണിന്നാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ പരിപാടികളൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ ഡ്രസ്സുകൾ എടുത്ത്, ഡ്രസ്സ് ഞാൻ തന്നെ എടുത്താണ്. അപ്പോൾ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട്, ഈ ഒരു ഓറഞ്ച് നല്ല ഭംഗിയുണ്ട്, നല്ല മെറ്റീരിയൽ ആട്ടോ, അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താണ് സംഭവം? Happy birthday to you. കേക്ക് ഒന്നും കഴിക്കാത്ത കാരണേ നല്ല വലിയ കേക്കുകളൊന്നും ആർക്കും താല്പര്യമില്ല. ആർക്കും എന്നില്ല, പക്ഷെ എന്നാലും അല്ല, നമ്മള് 3 പേരല്ലേ ഉള്ളൂലേ. ഹായ് കേക്ക്. അന്നത്തെ തൽക്കാലത്തേക്ക് ഡയറ്റിങ് നിർത്തി ഞാൻ. നോട്ടെ ബ്ലൂബെറി എനിക്ക് മാത്രമേ തികയുള്ളൂ. നല്ല ഭംഗിയുള്ള കേക്ക്, കുട്ടി കേക്ക്. എന്തായാലും കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി ആ ചടങ്ങ്, അതൊരു ചടങ്ങല്ലേ. ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നമ്മളായിട്ട് ഇനി മാറ്റം വരുത്തണ്ട. ചിലര് ഇങ്ങനെയാണ്, ഒരുമാതിരി പഞ്ചസാര കണ്ട ഉറുപ്പിനെ പോലെയാണ് വരുന്നത് കേക്ക്. ബർത്ത്ഡേ തോന്നിട്ടോ, വിത്ത് നല്ല സുന്ദരി ആയിട്ടാണ്. ബ്ലൂബെറി ചീസ് അല്ല, ബ്ലൂബെറി കേക്കാ. മിത്തു പറയണത് ഇത് മിത്തുവിനെ തികയുള്ളൂ. ഇത് ഞാനും മിത്തും കൂടി ഒരു അടി ഉണ്ടാവും ഇവിടെ. നമുക്ക് 2 പേർക്ക് വേണ്ടു, പാട്ടയ്ക്ക് വേണ്ട. പേരിന് എനിക്ക് വേണ്ടല്ലോ, 2 പേർക്കല്ലേ വേണ്ട. ഇത് നിങ്ങൾക്ക് തന്നെ ഹാഫ് ആയിട്ട് കഴിക്കാം. താങ്ക് യു, സന്തോഷം. കട്ട് ചെയ്യാം ഇപ്പഴാ ഞാൻ അവിടെ സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന. അത് കുഴപ്പമില്ല, സാമ്പാറിന്റെ ഇടയിൽ ഇങ്ങനെ കഴിച്ചിട്ട്. ശരി, ഞാൻ ഈ ഇതിന്റെ പണിയായത് മാറ്റട്ടെ. പണിയായതൊന്ന് മാറ്റട്ടെ. സോ രണ്ടുപേരും കേക്ക് കട്ടിങ് റെഡിയായി. നിങ്ങളെ കട്ട് ചെയ്താൽ മതി, കാരണം കട്ട് ചെയ്തവര് കഴിക്കണം എന്നാ പറയാ. ഞാനത് കഴിക്കാത്ത കാരണം അല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ക്യൂട്ടായിട്ടില്ലേ. സാധാരണ മിത്തുകുട്ടിയെ സെലക്ട് ചെയ്യാറ്, എന്നൊക്കെ നമ്മള് അങ്ങനെ സെലക്ട് ചെയ്തു അല്ലേ. Happy birthday to you, happy birthday to you, happy birthday dear Soppu, happy birthday to you. കൈയടിക്കൂ. ആ കേക്ക് കഴിക്കാൻ നോക്കുക. കുഴപ്പമില്ല. പിറന്നാൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇതെന്താ തീരാത്ത? കൊടുത്താലോ ശരിക്കും കാര്യമായിട്ട് പറയാം. എവിടെ നോട്ടെ മുഖത്തിന്റെ ഡെക്കറേഷൻ? ഇല്ല, ഞാൻ അധികം സമ്മതിച്ചില്ല. അതെ, ഇഷ്ടമല്ല, കുറച്ച് കൂടുതൽ വേണമായിരുന്നു. മിത്തുക്കുട്ടിയുടെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട്. താങ്ക് യു. എന്തിന് കേക്ക് കഴിക്കാൻ സഹായിച്ചതിന്. അപ്പോ നിങ്ങൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ചിലപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് തോന്നി, അതാണ് പറയാൻ പോകുന്നതെന്ന് തോന്നി, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. നിങ്ങൾക്ക് എൻ്റെ വക ബർത്ത്ഡേ കേക്ക്. നമ്മുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അപ്പൊ അവരാണ് ഷൂട്ടിങ് ചെയ്യാണ്. അപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ ഈ ഒരു ഡ്രസ്സിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പിറന്നാൾ ആശംസകളുടെ കൂടെ തന്നെ ഈ ഡ്രസ്സ് എവിടുന്ന നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പിറന്നാളായിട്ട് എനിക്ക് തന്നെ എടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഓറഞ്ച് കുർത്ത സെറ്റാണ്, ദുപ്പട്ടയുണ്ട്, പാൻറ്റും ഉണ്ട്,
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ. അപ്പോൾ ആമസോണിന്നാണ് എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ തുടങ്ങാൻ പോവാണ്. 23rd സെപ്റ്റംബർ മുതൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഭയങ്കര ലാഭത്തിൽ സാധനങ്ങൾ കിട്ടും. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലം ഞാൻ കാർട്ടിലിട്ട് വെച്ചതാണ്. ഒരു 2000 റേഞ്ചിൽ വരുന്നതാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ, അതൊരു ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ്. ഇത് ശരിക്കും പാർട്ടി വെയർ തന്നെയാണ്, പക്ഷെ പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാരിക്കൊക്കെ പകരം എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടാൻ പറ്റും. എൻ്റെ സൈഡും പോക്കറ്റൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടൈപ്പ് ഡ്രസ്സ്, ഏകദേശം ഒരു പഞ്ചാബി ടൈപ്പ് ഡ്രസ്സൊക്കെ പോലെ ഫീൽ ചെയ്തു. ഇതിൻ്റെ കളർ കൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് ഫുൾ സെറ്റാണ്. ഇത് പാൻറ്റ്, അതേപോലെ തന്നെ നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ട. അടുത്തത് നല്ല ഭംഗിയുള്ള കുറച്ച് ബ്രേസ്ലെറ്റ്സ് സ്ഥിരയിടാൻ വേണ്ടിയിട്ട്, അങ്ങനെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വാങ്ങി. ഫ്ലെക്സിബിൾ ടൈപ്പാണ്, ഫ്രീ സൈസ് പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് ആണോ റൂബി ആണോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഡെയിലി വെയറിന് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് ഡെയിലി വെയറിനിടാൻ ഉദ്ദേശിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ ഒന്ന് മാറ്റിയിടണം തോന്നിക്കഴിഞ്ഞാൽ. അധികം വിലയൊന്നുമില്ല കേട്ടോ, ഒരു 200 റേഞ്ചിലേ ഉള്ളൂ. അതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. സൂപ്പർ സാധനമാണ്. അടുത്തത് ഒരു 2 എണ്ണത്തിൻ്റെ സെറ്റ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ മാറ്റി ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ളതാണ്. ഈ ഒരു ഓവൽ ഷേപ്പിന്റെ ഗുണം എന്താ വെച്ചാൽ ഇത് ഒരുവിധം കൈകൾക്കൊക്കെ, എൻ്റെ അത്യാവശ്യം നല്ല തടിയുള്ള കൈ, അപ്പം ഇങ്ങനത്തെ കൈകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരും. ഇതും ഈ പറഞ്ഞ പോലെ 2 എണ്ണത്തിന്റെ കോമ്പോനും കൂടെ ആ ഒരു റേറ്റിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ റേറ്റിലേ ഉള്ളൂ. വളരെ വില കുറവാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും അങ്ങനത്തെ വാങ്ങാം. പിന്നെ ഞാനൊരു സാരി വാങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സാരി. ഇതിൽ തന്നെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് ഒരു ഗ്ലിറ്ററി ടൈപ്പ് സീക്വൻസ് ആണ് വരുന്നത്. ഇതിന് നല്ല ഭംഗിയുണ്ട്, നല്ല സിമ്പിളാണ്, നല്ല ക്ലാസ്സിയാണ്. അത്യാവശ്യം ചെറിയൊരു പിറന്നാളോ അല്ലെങ്കിൽ ഫംഗ്ഷനോ ഒക്കെ നമുക്ക് അത്യാവശ്യം എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ക്ലാസി സാധനമാണ്. പ്ലെയിൻ അല്ലേ, പ്ലെയിൻ സാരിയാണ്. അത് ഒരു ഹെവി വർക്ക്, മീൻസ് അത്യാവശ്യം ഒരു ഹെവി വർക്ക്. ഒരു നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിനോ പേർപ്പിൾ ഷെയ്ഡിനോ ഒക്കെ പറയാം. കളർ നമ്മുടെ മേത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഉദിച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും ഫുൾ സെറ്റാണ്. കുർത്ത, ദുപ്പട്ട, പാൻറ്റും ദുപ്പട്ടയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് വണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കുർത്തി. ഇത് ഡെയിലി വെയർ, ഓഫീസ് വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് കാണുന്നത്. നിങ്ങളെ സൈറ്റിൽ ആ ലിങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് കളർ ഷെയ്ഡ് കാണാം. ആ സെയിം കളർ തന്നെയാണ് നമുക്ക് വരുമ്പോഴും ഉണ്ടാവുക. ഇപ്പം നമ്മളിവിടെ കാണിക്കുമ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഷെയ്ഡിന് വ്യത്യാസമായിട്ട് തോന്നും. ഇത്രയാണ് ഞാൻ പിറന്നാളിന് എനിക്ക് സ്വന്തമായി വാങ്ങിയത്. അപ്പോൾ എല്ലാതും ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഉച്ചക്കത്തെ ഫുഡിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നാളികേരം ഒന്ന് ഇതാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വ്ളോഗിലും പറയാറുണ്ടാവും, നമ്മുടെ പിറന്നാളിന് ചെറുപ്പം മുതലേ പിറന്നാളിൻ്റെ അന്ന് അമ്മ ഉണ്ടാക്കണത് എന്താ വെച്ചാൽ, അമ്മയല്ല നമ്മുടെ വീട്ടിലെല്ലാവരും കസിൻസിൻ്റെ ഒക്കെ പിറന്നാളിന് രാവിലെ ഇഡ്ഡലിയും ഇഷ്ടമായിരിക്കും. ഇഷ്ടു ഞാൻ പറയാല്ലേ, സ്റ്റൂ എന്ന് പറയും, പക്ഷെ നമ്മളതിന് ഇഷ്ടു എന്ന് പറയും. കാരണം നമ്മളെപ്പോഴും അത് ഒന്നെങ്കിൽ ഈ കപ്പ കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങാണെങ്കിലും ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും ഉണ്ടാക്കണ പോലെയല്ല, സ്വീറ്റ് പൊട്ടറ്റോ മറ്റേതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ അതായിരിക്കും എന്നും രാവിലെ. അപ്പം പിറന്നാൾ ഭയങ്കര ഇതാട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഈ ഇഡ്ഡലി ഇഷ്ടവും ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഈ പാലക്കാട് സൈഡിൽ, നമ്മുടെ ആ ഒരു സൈഡിലാണ് ഈ ഇഡ്ഡലിയും സ്റ്റൂവും ഉള്ള സംഭവം കോമ്പിനേഷൻ ഉള്ളൂ തോന്നുന്നു. കാരണം കുറേ പേർക്കൊന്നും അത് അറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇഡ്ഡലിയും ദോശയും അടിപൊളിയാണ്. അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിറന്നാൾ വരുമ്പോൾ ഒരു ഭയങ്കര സഹായം രാവിലെ തന്നെ ഇഡ്ഡലി ആ ഒരു ഇഷ്ടൂൻ്റെ മണം ഇങ്ങനെ കേട്ടിട്ടാവും നീക്കുക, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള. അപ്പം അതാണ് രാവിലെ ഉണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുന്നില്ല, കാരണം ഇന്നലെയായിട്ട് ഞാൻ അതാണ് ഉണ്ടാക്കിയത്. പക്ഷെ എന്തായാലും ഇഡ്ഡലി ആയിരിക്കും രാവിലെ. പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ സാമ്പാർ കൂടി ഇട്ടിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വറുത്തരച്ച, നാട്ടിലൊക്കെ എപ്പോഴും വറുത്തരച്ച സാമ്പാറല്ലേ. അപ്പം ഇന്ന് എനിക്കത് കഴിക്കാൻ ഒരു കൊതി. ഇതുപോലെ സ്വന്തം പിറന്നാളിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും എനിക്ക് തന്നെ ഫുഡൊക്കെ സ്വയം ഉണ്ടാക്കി കഴിക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് കേട്ടോ. ഇങ്ങനത്തെ പിറന്നാൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പിറന്നാൾ, ഓണം, വിഷു ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞതാ. നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യണം അല്ലേ. അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ പിറന്നാൾ ഗംഭീരമാകുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നമ്മൾ
അങ്ങനെ കാര്യമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിച്ച് തുടങ്ങിയത് അല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇവിടെ വന്നിട്ടാണ്. നാട്ടിലാകുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആഘോഷിക്കാറില്ല, വെറും പിറന്നാളാണ് ആഘോഷിക്കാറ്. ഇവിടെ വരുമ്പോൾ ഇപ്പോൾ 2 ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കും, പിറന്നാൾ ആഘോഷിക്കും. ഇത് അമ്മ കുറേ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നാളികേരം വറുത്തിട്ട് ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അതൊരു 4-5 മാസമൊക്കെ നിൽക്കും. ഇപ്പം അത് തീർന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വറക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര എളുപ്പപ്പണിയാണ്. ജസ്റ്റ് ഇതൊക്കെ ഇട്ട് നാളികേരം വറുത്തത് ഓൾറെഡി ഉണ്ടാവും, അതിലേക്ക് പൊടിയിട്ട് അരച്ചാൽ മതിയായിരുന്നു. നാട്ടിൽ നിന്ന് എപ്പോഴും കുറേ ഇങ്ങനെ കിലോ കണക്കിന് അങ്ങനെ കൊണ്ടുവരും. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം അത് കേടുവരാതിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇന്നിപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി. ചോറ് ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നല്ല മഴക്കാറ്, ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ, ഭയങ്കര സൂപ്പർ മഴ. ഇപ്രാവശ്യം എന്താന്ന് അറിയില്ല. ഇപ്രാവശ്യം ദിവാലിയൊക്കെ ആകുമ്പോൾ സാധാരണ നല്ല ചൂടാവും, ഇപ്രാവശ്യം നല്ല മഴക്കാലമാണ്. പക്ഷെ കുഴപ്പമില്ല, അപ്പോഴേക്കും ഡിസംബർ ആകും, അപ്പോഴേക്കും നല്ല തണുപ്പ് വരും. ഇനിയിപ്പോൾ രസമല്ലേ. ഇനി നവരാത്രി, ദിവാലി, പിന്നെ ദിവാലിക്ക് കുറെ വെക്കേഷൻ ഉണ്ട്. അത് കഴിയുമ്പോഴേക്കും ക്രിസ്മസ്, അത് കഴിയും പിന്നെ രസമില്ല. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ലഞ്ച് പ്രിപ്പറേഷൻ്റെ അവസ്ഥയാണ് കേട്ടോ അടുക്കളയിൽ കാണുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം അടുക്കള ക്ലീൻ ചെയ്യാനാണ് പറ്റുള്ളൂ. അല്ലാതെ ഓരോന്ന് കഴിഞ്ഞ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പണി നടക്കില്ല. അപ്പോൾ ഞാനെപ്പോഴും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കിച്ചൺ ഒരുമിച്ചൊരു ക്ലീൻ ചെയ്യലാണ്. അപ്പോൾ അവിയലും ഉപ്പേരിയൊക്കെ ഓരോ സൈഡിലിങ്ങനെ ആക്കുന്നുണ്ട്. അവസാനം ഞാൻ സേമിയ പായസം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം സേമിയ പായസം നല്ല ടേസ്റ്റാണ്, അത് പ്രോപ്പർ രീതിയിൽ ഉണ്ടാക്കിയ. അപ്പം ഞാൻ എന്താ വെച്ചാൽ പാലിങ്ങനെ പാട കെട്ടാതെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി രംഷേട്ടനെ കൊണ്ട് ഇങ്ങനെ ഇളക്കിപ്പിക്കണം. നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് വെച്ചിട്ടുണ്ടല്ലോ ഈ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. പിറന്നാൾ സ്പെഷ്യൽ റെഡി. ഇത് വളരെ കുറച്ച് വിഭവങ്ങളുള്ളൂ കേട്ടോ. അതിലൊന്നും വാങ്ങിയില്ല, രാവിലെ ആകുമ്പോഴേക്ക് സ്റ്റോറും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം വീട്ടിൽ കഴിക്കാം. ചോറ്, സാമ്പാർ, ഉപ്പേരി, അവിയൽ, പപ്പടം, സേമിയ പായസം. ഓലനും കൂടെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഓലനാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള സാധനം കേട്ടോ. പക്ഷെ തൽക്കാലം പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പിറന്നാളിൻ്റെ അന്ന് തന്നെ ഇവർ രണ്ടുപേരും ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഒന്നെങ്കിൽ പിറന്നാൾ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്തായാലും ആഘോഷിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം അച്ഛനമ്മയൊക്കെ ഉണ്ടായിട്ട് നമ്മളൊരു ട്രിപ്പൊക്കെയാണ് പോയത്. അപ്പോൾ രംഷേട്ടൻ എനിക്ക് വിളമ്പി തരികയാണ്. കാരണം പിറന്നാളിന് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ വലതുഭാഗത്ത് നിന്ന് വിളമ്പിത്തരണം അങ്ങനെയൊക്കെയാണല്ലോ. ഇലയൊന്നുമില്ല, പ്ലേറ്റിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ രമേശേട്ടനോടും കൂടി ഇരിക്കാൻ ഇങ്ങനെ പറയണം. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഇരുന്ന് മിത്തുകുട്ടി പിന്നെ അത് എപ്പോഴൊന്നും എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് മിത്തുവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ മിത്തു ആദ്യം എടുത്തു. ഞാണ്ടൊക്കെ സദ്യയോട് പറയല നന്നായിട്ടുണ്ട്. സദ്യ എന്ന് വിളിച്ച് അഭിമാനിക്കരുത് മാത്രം. ഇന്ന് അവിയല് നന്നായിട്ടുണ്ട്, നല്ല നാട്ടിലെ വള്ളുവനാടൻ ടേസ്റ്റ്. വല്ല ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാലത്തും നേരാവില്ല ഒന്നും, പക്ഷെ അല്ലേ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് വന്നു. അങ്ങനെ ഇതേ ഇന്നത്തെ പിറന്നാൾ ഇതാ അവസാനിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പിറന്നാൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു സദ്യയൊക്കെ കഴിച്ചു, കുറച്ച് നേരം ഇതാ TV ഒക്കെ കണ്ടിരുന്നു. ഈവനിങ് ആയപ്പോൾ ജിമ്മിലൊന്ന് പോയി, തിരിച്ചു വന്ന് പായസമൊക്കെ അടിച്ച് പിന്നിച്ചതല്ലേ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു നടത്തം പേരിനെങ്കിലും ആവാമെന്ന് വിചാരിച്ചൊന്ന് പോയി. ഒരു 1 മണിക്കൂർ എക്സസൈസൊക്കെ ചെയ്ത് വന്ന് കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇപ്പം നമ്മളല്ല ഞാൻ ദാണ്ടിയ കളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ ഇവിടെ 10 days ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഫുള്ള് കൊട്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റൂമിലൊന്നും ഇരിക്കാൻ വയ്യ, പാട്ടുകളുടെ ശബ്ദം കാരണം. കുറേ സ്ഥലത്തുണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. കുറേ ഫീസ് കൊടുത്ത് പോകുന്നുണ്ട്, ഫ്രീ എൻട്രീസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും ഈ ചുമ്മാ ഒന്ന് കളിക്കാൻ പോകുന്നില്ലോ. അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം ഞാൻ മാത്രമാണ് പോണത്. അപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും ഞാൻ ദാണ്ടിയുടെ എല്ലാ കൊല്ലം ഈ ഗർഭ ഡാൻസിൻ്റെയൊക്കെ വീഡിയോ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് പോയോക്കട്ടെ, മഴ ചതിച്ചില്ലെങ്കിൽ നമുക്ക് പോയിട്ട് അതൊക്കെ ഒന്ന് കളിക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞ് പിറന്നാൾ വ്ളോഗ്, വീട്ടിലൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.